ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് കൃത്യമായി ചിന്തിക്കുന്നത് എന്നതിന്റെ ചൂണ്ടുവലകയാണ്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പിണറായിസം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച് എംഎൽഎ ഞാൻ ആ സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഗൌരവമായി കേരളത്തിലെ ജനം ചർച്ച ചെയ്തു എന്നത് വസ്തുതയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനം എന്നും വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഈ രണ്ട് മേഖലകളിൽ നിന്നും വ്യതിചലിച്ച് പരിപൂർണമായും കേരളത്തിലെ വർഗീയവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന് അടിമപ്പെട്ട അവസ്ഥയായിരുന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടാം പിണറായി ഗവൺമെന്റിലെടുത്ത പല നിലപാടുകളും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആ പാർട്ടി പരിപൂർണമായും തൊഴിലാളി വിരുദ്ധ പാർട്ടിയായി എന്ന് മാത്രമല്ല, അദാനി അടക്കം ഞങ്ങളുടെ പറയുന്ന പാർട്ണർമാരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടു. കേരളത്തിൽ ഏകദേശം 7.5 മാസത്തോളം നടന്ന ആശാ വർക്കർമാരുടെ സമരം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം 10,26,000 വരുന്ന ആ സഹോദരിമാര് കേവലം ഒരു 100 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളോളം സമരം നടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ തൊഴിലാളി വിരുദ്ധത കൃത്യമായി പ്രകടിപ്പിച്ചതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാം, ശബരിമല വളരെ സജീവമായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. മതവിശ്വാസികൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളും ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് കൃത്യമായി സർക്കാരിന്റെ അതിന്റെ പങ്കിനെക്കുറിച്ച്, സർക്കാർ അതിൽ നടത്തിയ ഇടപെടലിനെക്കുറിച്ച് വളരെ ഗൌരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ പിണറായിസത്തിന് ഏറ്റ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മലബാറിൽ പോലും, കോഴിക്കോട് പോലും മരുമകൻ മുഹമ്മദ് റിയാസ് നേർക്കുനേരെ നിന്ന് പോരാട്ടം നയിച്ചിട്ട് പോലും ഇത്ര വലിയൊരു പരാജയം സിപിഎമ്മിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സഖാവ് പിണറായി വിജയനാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അതാണ് കേരളത്തിലെ ബഹുജനം തിരിച്ചറിഞ്ഞത്. തീർച്ചയായും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാരെ ഹൃദയപൂർവ്വം അവരെ അഭിവാദ്യം ചെയ്യുന്നു. അവരോടുള്ള നന്ദിയും കടപ്പാടും അവരോടുള്ള ബഹുമാനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സർക്കാരിനുള്ള തുടരാനുള്ള അവകാശം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞ മറുപടി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമെന്നാണ്. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഈ സർക്കാരിനെതിരാണ്. ഏറ്റവും അവസാനമായി നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന് അടിവരയിടുകയാണ്. ഒരു നിലക്കും ധാർമ്മികമായി ഗവൺമെന്റിന് തുടരാനുള്ള അവകാശമില്ല. പക്ഷേ പിണറായിയെപ്പോലെ ഒരാളിൽ നിന്ന് ഒരു ജനാധിപത്യ മര്യാദ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. വെള്ളപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന മലപ്പുറം വിരുദ്ധ പരാമർശം നിരവധി നടത്തിയുണ്ടായി. അതേ വെള്ളപ്പള്ളിയെ തന്നെ പിന്നീട് പിണറായി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന വേദിയിലേക്ക് ആലോചിക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് പരമാവധി മലപ്പുറത്തുണ്ടായത്. അല്ല, വെള്ളാപ്പള്ളി വിഷയം തൊട്ട് നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പിണറായി വിജയനിൽ നിന്ന് ആളുകൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? അദ്ദേഹത്തിൽ നിന്ന് ഒരു മതേതര നിലപാടും കൃത്യമായും പ്രതീക്ഷിച്ച ജനങ്ങളാണ് അവർക്ക് വോട്ട് ചെയ്തത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായി ഏറ്റവും വലിയ വർഗീയവാദം പറയുന്ന ആളുകളെ കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് അവർക്ക് മാല ചാർത്തി കേരളത്തിലെ പൊതുസമൂഹത്തെയും ബഹുസ്വര സമൂഹത്തെയും മതേതരവാദികളെയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ BJP അടക്കം ഇവിടെ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രമാണ് വർഗീയത സംസാരിക്കുന്നത്. വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കാമെന്ന് പിണറായിയാണ് ഇവിടെ അതിന് ആക്കം കൂട്ടുന്നത്. BJP പോലും അതിൽ നിന്ന് മാറി നിന്ന് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും വാ തുറന്നാൽ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന
അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തീർച്ചയായിട്ടും ഞാൻ കണ്ണൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് വാങ്ങി അധികാരത്തിൽ UDF 26 വരുമെന്ന് പറഞ്ഞപ്പം 100 സീറ്റിലധികം സീറ്റുകൾ കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, പാവപ്പെട്ടവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്കത് മനസ്സിലാകും. തൊഴിലാളി വർഗം അവരെ കൈവിട്ടു, മതേതര വിഭാഗം അവരെ കൈവിട്ടു. ഇത് രണ്ടുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ശക്തി. ആ രണ്ട് ശക്തിയുടെയും കടക്കൽ കത്തിവെക്കുന്ന നിലപാടുകളാണ് പിണറായി വിജയൻ സ്വീകരിച്ചു വന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇതിലേറെ വലിയ റിസൾട്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിനെ ഒറ്റക്ക് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. UDFിലെ വിഭജന തന്ത്രം CPM പ്രയോഗിച്ചു. എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുകയാണ്. ടീം UDF, അതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടീം UDFന്റെ സ്പിരിറ്റിൽ കേരളത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ഗ്രാമങ്ങളിലുള്ള പ്രവർത്തകരടക്കം ഈ പറയുന്ന തിരുവനന്തപുരം തൊട്ട് കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലുള്ള UDF പ്രവർത്തകരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു. അതിന് നേതൃത്വം നൽകാൻ UDFന് ശക്തമായ നേതൃത്വം നൽകാൻ UDF ലീഡർഷിപ്പിന് സാധിച്ചു. മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, ആ നിലപാടിനോടൊപ്പം നിന്ന UDFന്റെ മറ്റു നേതാക്കന്മാർ വാഷ് ഔട്ടായില്ലേ ഈ ജില്ലയിൽ നിന്ന്. കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകളും മലപ്പുറത്ത് UDF ജയിക്കാൻ പോകുന്ന ചിത്രമാണ്. ഇതേ ചിത്രം കോഴിക്കോടും മലബാറിൽ ഒട്ടാകെയും ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവിതാംകൂറിലും നമുക്ക് ഈ ചിത്രം കാണാൻ സാധിക്കും. തൃണമൂലിന്റെ സ്ഥാനാർത്ഥികൾ എവിടെയും മത്സരിച്ചിട്ടില്ല. തൃണമൂൽ നിരുപാധിക പിന്തുണ UDFന് നൽകിയതാണ്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വോട്ട് ചെയ്യുന്ന ആ ദിവസം പോലും വോട്ട് ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വന്ന മാധ്യമപ്രവർത്തകരോട് ഞാൻ അതന്നെ പറഞ്ഞത്. പിന്നെ ഒറ്റപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല. പാർട്ടി ചിഹ്നം അനുവദിച്ചിട്ടും നമ്മൾ ഒരാൾക്കും ചിഹ്നം കൊടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ, ഈ ഭരണം കേരളത്തിലെ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള UDFന്റെ മുന്നേറ്റത്തോടൊപ്പം നിന്ന് പോരാടുക തന്നെ ചെയ്യും.